ഓക്കെ, ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അത് കഴിഞ്ഞ ആഴ്ച മോളിമാമയും ഞാനൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മളതിൻ്റെ ഒന്നുകൂടെ അതൊന്ന് റിവ്യൂ ചെയ്ത് പോവുകയാണ്. പരീക്ഷയുടെയും യാക്കോബിൻ്റെ ലേഖനം പരീക്ഷയുടെയും പ്രലോഭനത്തിൻ്റെയും നടുവിൽ നമ്മൾ ക്ഷമയോടുകൂടി അതിനു വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഒരു ജീവിതത്തിലൊരു പരീക്ഷ വരിക, അല്ലെ ഒരു പ്രലോഭനം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യോബിൻ്റെ കഷ്ടതയെപ്പറ്റി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ക്ഷമയോടുകൂടി അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി കൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോൾ നമ്മളെ ഒരുക്കിയെടുക്കാനുള്ളതായിരിക്കാം, ചിലപ്പോൾ നമ്മളെ പണിയാനുള്ളതായിരിക്കാം, ചിലപ്പം നമ്മളെ കറക്റ്റ് ചെയ്യാനായിരിക്കാം. അപ്പം ഇതൊക്കെ എന്തിനാണ് ദൈവ ഉദ്ദേശമെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയുന്നത്. പ്രലോഭനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും നമ്മൾ അതിജീവിക്കണം. അത് രണ്ട് കാര്യം ആണ് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ മെയിൻ വിഷയം. നമ്മളെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് എന്തുവാ? നമ്മൾ ദൈവസന്നിധിയിൽ പൂർണ്ണരും കളങ്കമില്ലാത്തവരും ആയിരിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ ഈ കാര്യങ്ങളിലേക്കെല്ലാം ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുവാ? നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആയിത്തീരുക. അതാണ് ഈ ദൈവവചന പഠനം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ അനുദിനം നേടിയെടുക്കേണ്ട ദൈവസന്നിധിയിൽ സമ്പൂർണരും കുറവില്ലാത്തവരുമായി തീരുവാൻ ഇടയായി തീരണം നമ്മുടെ ദൈവ പഠനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുവെങ്കിൽ നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നു. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലെന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇത് ദൈവം മുഖപക്ഷം കാണിക്കരുത്. എന്തുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കരുത്? നമ്മൾ ആദ്യത്തെ ആ സബ്ജക്റ്റ് നമ്മൾ ചിന്തിച്ചാണ്. നിങ്ങൾ സഹോദരന്മാരെ, തേജസ്സുള്ളവനായ കർത്താവൻ ആണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞ് തേജസ്സുള്ളവനാണ്. അവനാണ് നമ്മുടെ കർത്താവ്. അവൻ മുഖം നോക്കുന്നില്ല, മുഖപക്ഷം കാണിക്കുന്നില്ല. അവൻ എല്ലാവരോടും ഒരുപോലെ പ്രവർത്തിക്കുന്നു. എല്ലാവരെയും ഈ രക്ഷയിലേക്ക് ദൈവം വിളിക്കുന്നു. അത് മറിയാമിനെ ദൂതൻ കൽപ്പന കൊടുക്കുമ്പോൾ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. യാക്കോബ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പള്ളിയിൽ ഒരുത്തൻ പൊന്മോതിരമിട്ടുകൊണ്ടും ഒരുത്തൻ ദരിദ്രനും വന്നാൽ അവനോട് നിങ്ങളെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നും നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ എന്താണ് എന്നും പ്രതിഫലിക്കുന്നത് നമ്മളുടെ വാക്കുകളല്ല, നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മളുടെ ഔട്ട്വേർഡായിട്ടുള്ള സ്വഭാവം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയാണോ അതോ സാത്താനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ യാക്കോബ് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ സഭയിൽ സാധാരണ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പണമുള്ളവന് നമ്മൾ അല്പം സ്ഥാനം കൊടുക്കും, ദരിദ്രനോട് നമ്മൾ എപ്പോഴും ഒരു അവജ്ഞയോട് പെരുമാറുക, ഇതൊക്കെ ഉള്ളതല്ലേ, അവനെ താഴ്ത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യാക്കോബ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ സഭയിൽ ഇങ്ങനെ 2 പേര് വന്നാൽ അതിൽ ഒരുത്തനോട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുക എന്നും മറ്റൊന്നവിടെ നിൽക്കുക എന്നും പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യുന്നു? മുഖപക്ഷം കാണിക്കുന്നു.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി വേദഭാഗങ്ങൾ റിയലി വായിച്ചതായിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ അത് പറയാം, നിങ്ങളത് പിന്നെ അതെടുത്ത് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. കാരണം എന്തുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കരുത് എന്നുള്ളത് ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അത് അവിടെ ദൈവം മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നുമില്ല. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നുമില്ല. 2 ദിനവൃത്താന്ത പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവന് അന്യായം ചെയ്യുന്നില്ല, മുഖം നോക്കുന്നില്ല, കൈക്കൂലി വാങ്ങുന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും കൈക്കൂലി കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ സാധിക്കുവാൻ നോക്കാറുണ്ട്. അതേ സെയിം കാര്യം തന്നെ ദൈവത്തിന് പണം കൊടുത്തിട്ട് ദൈവത്തെ സ്വാധീനമാക്കുവാൻ അല്ലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ ഇന്നും ലോകത്തിലുണ്ട്. അത് പണം കൊണ്ടാണ് അവർ ലോകകാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ യാക്കോബ് ധനവൃത്താന്ത പുസ്തകത്തിൽ മോശെ പറയുന്നു, അങ്ങനെ ദൈവം മുഖപക്ഷം നോക്കുകയോ കൈക്കൂലി വാങ്ങിയോ പ്രതിഫലമോ വാങ്ങുന്നില്ല. യോബിൻ്റെ പുസ്തകത്തിൽ ഈ 34-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും അവന് ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, അവന് മറ്റുള്ളവരുടെ മുഖം നോക്കുന്നില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യോബിൻ്റെ പുസ്തകം 34-19. അപ്പോസ്തല പ്രവൃത്തി 10-34 അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 2 അധ്യായം 9-11 വരെയുള്ള വാക്യങ്ങളിൽ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-11 വരെയുള്ള വാക്യത്തിൽ ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഗലാത്യ ലേഖനം 2:6 ദൈവ മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല? ഇങ്ങനെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 1 പത്രോസ് 1:17 മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. കൊലോസ്യർ 3:25 മുഖപക്ഷമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. എഫേസ്യർ 6:9 മുഖപക്ഷം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ആദ്യ തൊട്ടന്ന് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ദൈവം തേജോമയനായ ദൈവം നമ്മുടെ കർത്താവായിരിക്കുന്നത് കൊണ്ട് ആ കർത്താവ് മുഖപക്ഷം നോക്കുന്നാത്തത് കൊണ്ട് നമ്മളും മുഖപക്ഷം നോക്കരുത്. ഈ മുഖപക്ഷം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പരിധി വരെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ മക്കളാകുന്നത് കൊണ്ട്, യേശു നമ്മുടെ കർത്താവായിരിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അത് ജീവിതത്തിൽ മുഖപക്ഷം കാണിക്കാതെ ജീവിക്കണം. അതുകൊണ്ട് കർത്താവ് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ ദരിദ്രരെ പറ്റി എപ്പോഴും യാക്കോബ് പറയാൻ കാര്യം, ദരിദ്രരെ ലോകത്തിൽ എപ്പോഴും അവഗണിക്കപ്പെട്ട ഒരു കൂട്ടരായി, അത് സഭ ഉൾപ്പെടെ. പണം കൊടുക്കാൻ കഴിവില്ലാത്തവനെ സഭയും അത്രയും മാനിക്കാറില്ല. പക്ഷേ യേശു യെശയ്യാ പ്രവചനത്തിൻ്റെ എഴുതിയിരിക്കുന്നത് കർത്താവ് ആദ്യമായിട്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. പക്ഷേ ദരിദ്രരോട് മാത്രമല്ല, തൻ്റെ കൂട്ടത്തിൽ ധനവാന്മാരും ഉണ്ടായിരുന്നു. സക്കായി ഉണ്ടായിരുന്നു, ശിമയോൻ ഉണ്ടായിരുന്നു, അരിമത്യയിലെ യോസഫ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പണക്കാരും പാവങ്ങളും എല്ലാം കർത്താവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ആരെയും മുഖപക്ഷം നോക്കുന്നില്ല. സമൂഹം തള്ളിക്കളഞ്ഞ ഒരു സമറിയാക്കാരി സ്ത്രീക്ക് വേണ്ടി നട്ടുവച്ച നേരത്ത് അവിടെ പോയി കർത്താവ് അവളോട് സുവിശേഷം പറഞ്ഞു. മുക്കുവനായിരുന്ന തൻ്റെ ശിഷ്യന്മാർ പലരും മുക്കുവന്മാരായിരുന്നു. അവരെയാണ് കർത്താവ് ഇതിലേക്ക് വിളിച്ചത്. അപ്പം ദൈവം മുഖപക്ഷം നോക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മുടെയും അനുദിന ജീവിതത്തിൽ മുഖപക്ഷം കൂടാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും ഒരുപോലെ ഇടപെടുവാനും നമ്മൾക്കിടയായി തരണം. അതുകൊണ്ടാണ് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഞാനിവിടെ ഇരുന്ന് ബൈബിൾ ക്ലാസ് പറയുന്നതല്ല, എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു എന്ന് അറിഞ്ഞ് അവർ എന്നിൽ യേശുവിനെ കാണണം.
അപ്പോഴാണ് നിങ്ങൾ എൻ്റെ ശിഷ്യനെന്ന് ലോകമറിയുന്നത്. അപ്പം ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകണം. എന്തുകൊണ്ട് മുഖപക്ഷം നോക്കണം? നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്, അവൻ ദേവാദി രാജാവാണ്, തേജസ്സുള്ളവനാണ്, അവൻ നമ്മുടെ കർത്താവായതുകൊണ്ട് മുഖപക്ഷം നോക്കുവാൻ പാടില്ല എന്നാണ് യാക്കോബ് ആദ്യത്തെ ഈ വാക്യങ്ങളിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പം ഒന്നുകൂടെ അത് വായിക്കാം. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അത് എന്നിട്ട് യാക്കോബ് രണ്ടുപേരെ കൊണ്ടുവരിക. എന്തുവാ? പൊന്മോതിരം വിട്ടോ, മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരം വിട്ട ഒരാളും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വരുവാൻ കാരണം തന്നെ അവൻ അതിന് വേറെ ഒന്നും ഇടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനും വന്നാൽ നിങ്ങൾ മോടിയുള്ളവനെ ഇവിടെ ഇരുന്നെന്നും മറ്റുള്ളവൻ അവിടെ നിൽക്കുക, അവനവൻ ഇരിക്കാൻ പോലും നമ്മൾ ഉള്ള മനസ്സ് കാണിക്കാതെ ദരിദ്രരോട് അവിടെ നിൽക്കുക എന്ന്, എൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങളുള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരുപോലാണ്. അവൻ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുവാനും സമ്പന്നരെ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും തൻ്റെ രാജ്യത്തിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടി മുഖപക്ഷം കൂടാതെ തൻ്റെ രക്ഷയിലേക്ക് ഇതിലേക്ക് എല്ലാവരെയും. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും ഒരു ഉപമ പറഞ്ഞു, കല്യാണം ഒരുങ്ങിയിരിക്കുന്ന നിങ്ങൾ പോയി ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ, അവർ പലരും വന്നില്ല, നിങ്ങൾ പോയി എല്ലാവരെയും കണ്ടവരെ എല്ലാം തൻ്റെ കല്യാണ ശക്തിയിലേക്ക് ക്ഷണിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. അപ്പം മുഖപക്ഷം കൂടാതെ ദൈവം ന്യായം വിധിക്കും. ദൈവം മുഖപക്ഷം നോക്കുന്നില്ല എന്നുള്ളതാണ് ഇത്. ഈ അധ്യായത്തിൽ നിന്ന് 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, അവൻ മുഖം നോക്കുന്നില്ല. എന്തുകൊണ്ട് മുഖം നോക്കുന്നില്ല? തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവ് എല്ലാവരെയും ഒരുപോലെ കാണുന്നുള്ള തേജസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവം മുഖം നോക്കാത്തത് കൊണ്ട് നമ്മളും മുഖം നോക്കാതിരിക്കണം. 2, ദൈവകൃപ പറ്റിയാണ് യാക്കോബ് പറയുന്നത്. 3, ദൈവവചനം. 4, ന്യായവിധി. ഈ 4 കാര്യമാണ് ഈ അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത്, തേജസ്സുള്ളവനായ ദൈവസന്നിധിയിലിരിക്കുന്ന നമ്മൾ മുഖം നോക്കരുത്. എല്ലാവരെയും ഒരുപോലെ കരുതുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളും ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ദൈവകൃപ എന്നുള്ളത്. അത് നമുക്ക് 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്കും വാഗ്ദാനം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിനെ തിരഞ്ഞെടുത്തില്ലയോ? അപ്പോൾ ആ തിരഞ്ഞെടുപ്പ്, അതാണ് ദൈവകൃപ എന്നുള്ള വാക്ക് നമുക്ക് അവിടെ കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പാണ് നമ്മളെ ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് വെച്ചുമിരിക്കുന്നു. അപ്പം ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഒരുത്തൻ്റെയും പ്രവൃത്തിയല്ല ദൈവം ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കാരണം. സകല മനുഷ്യരും പാപം ചെയ്തു ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, ലോകത്തിൽ മറ്റൊരു മാർഗവും ഇല്ലാതെ ഇരുന്നപ്പോൾ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവരും മറുവില കൊടുക്കുവാൻ ആർക്ക് സാധിക്കുമെന്ന് ഘോരകപുത്രന്മാർ പറഞ്ഞത് അന്നേക്കും. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു അത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞ് അങ്ങനെയുണ്ട് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അപ്പോൾ കർത്താവ് പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സാധ്യം. അപ്പം മനുഷ്യൻ്റെ യാതൊരുവിധമായ പുണ്യപ്രവർത്തികൾക്കും രക്ഷ നേടിക്കൊടുക്കുവാൻ, മരണത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ദൈവം തന്നെ തിരഞ്ഞെടുത്ത വഴിയാണ് സ്വന്തം മകനെ കാൽവറിയിൽ യാഗമായി തീർത്ത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പം ഈ തെരഞ്ഞെടുപ്പ് അതിലേക്ക് ആർക്കും, അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം ഏവർക്കും
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തു. അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പക്ഷത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ഒരു കുടത്തിൽ വെള്ളം കമഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കുടത്തിൽ വെള്ളം വീഴാതിരിക്കുന്നത് മഴ ഫ്രീ ആയതുകൊണ്ടല്ല, കുടം അത് സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തിൻ്റെ കൃപയും. അത് സകല മനുഷ്യർക്കും ദൈവം സൗജന്യമായി കൊടുത്തു. പക്ഷെ അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ അത് അനുഭവമാക്കുവാൻ സാധ്യമുള്ളൂ. ഇപ്പം കർത്താവായി ഈ രക്ഷയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ലോകത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഇനി ജനിക്കാനുള്ള എല്ലാവർക്കും വേണ്ടി ഒരിക്കലായി കർത്താവ് പ്രൈസ് പേ ചെയ്തു. അതുകൊണ്ട് ഇനി പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു ബലിയും ആവശ്യമില്ല. താൻ ഒരിക്കലായി അർപ്പിച്ച കാൽവറി യാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. മനുഷ്യനെ മരണത്തിൽ നിന്നും നിത്യജീവങ്കിലേക്ക് രക്ഷയിലേക്ക് നടത്തി. എന്നാൽ അത് അനുഭവിക്കാത്തവർക്ക് അത് ജീവിതത്തിൽ അനുഭവമാക്കുവാൻ സാധിക്കാതെ വരും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അപ്പം അത് രുചിച്ചറിയാത്ത ഒരാൾക്കും പാപത്തിൻ്റെ ഇത് കർത്താവ് പേ ചെയ്തു. പ്രൈസ്, മരണത്തിനുള്ള വിടുതലായ പ്രൈസ് പേ ചെയ്തു. പക്ഷെ അത് അവരെ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനാണ് എന്നെയും നിങ്ങളെയും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊക്കെ എന്തോ ചെയ്യണം? ലോകത്തിലൊക്കെയും പോയി ഈ രക്ഷയുടെ സുവിശേഷം അവരോടും പറയണം. പാപഭാരത്തിൽ കിടക്കുന്ന, മരണഭീതിയിൽ കിടക്കുന്ന എല്ലാ മനുഷ്യവർഗത്തോടും നിങ്ങളെന്തോ പോയി പറയണം. യേശു ക്രിസ്തു മരണത്തെ കൊന്നു, പാപത്തിന് പരിഹാരം വരുത്തി, നിത്യജീവനിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശനം നൽകി. അതുകൊണ്ട് ഇനി നിങ്ങൾ ഭാരത്തോടും പാപഭാരത്തോടും കൂടെ ഈ ലോകത്തിൽ മരണഭീതിയോടും കൂടെ ജീവിക്കണ്ട എന്നുള്ളതാണ് സുവിശേഷം. ഈ സുവിശേഷം പോയി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇനി അത് വേറെ സബ്ജക്റ്റ്, അത് കേൾക്കാത്തവരുടെ എന്തോ ആണെന്നുള്ളത് അത് ദൈവമാണ് ന്യായം വിധിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അത് കാരണം ആത്യന്തികമായി ദൈവം എല്ലാ മനുഷ്യരെയും അവരവരുടെ അറിവിനും അവരറിഞ്ഞ സത്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നത്. ഇപ്പോൾ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ച് അല്ലെങ്കിൽ 2 വയസ്സുള്ള ഒരു കൊച്ചൊരു കത്തിയെടുത്ത് ഒരു കൊച്ചിനെ ഒരാളെ കുത്തിയാൽ ആ കൊച്ചിന് അതിൻ്റെ വഴികളെ കൊണ്ട് അറിവില്ലാത്തത് കൊണ്ട് കോടതി അവനെ വെറുതെ വിടും. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ അറിവില്ലായിരുന്നു അത് കൊലയാണെന്നൊന്നും. അവൻ്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് അവനെ കുത്തി എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവർക്ക് ആ രക്ഷയുടെ സത്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ അവർ അന്ത്യവിധിയിൽ ദൈവം അവരുടെ മനസാക്ഷിയിൽ അവർക്ക് ചില കാര്യങ്ങൾ ദൈവത്തെ പറ്റിയുള്ള അറിവും ഇന്ന അപ്പനെ ബഹുമാനിക്കണമെന്നും കൊല ചെയ്യരുതെന്നും വ്യഭിചാരം ചെയ്യരുതെന്നും മോഷ്ടിക്കരുതെന്നും ഒക്കെയുള്ള കാര്യം എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്. അത് ദൈവത്തെ അറിഞ്ഞവൻ്റെ ഉണ്ടല്ലേ. അപ്പം അവരെ ദൈവം അനുസരിച്ച് ന്യായം വിധിക്കുക. എന്നാൽ എന്നെയും നിങ്ങളെയും ദൈവം എന്തോ ചെയ്തു? തെരഞ്ഞെടുത്ത് ഈ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? എപ്പോഴും ഈ നല്ല ഒരു ഒരു നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴൊക്കെയും എനിക്കും നിങ്ങൾക്കും ലഭിച്ച ഈ രക്ഷയെപ്പറ്റി നന്ദിയുള്ളവരായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഈ ആരാധനയിൽ നടക്കേണ്ടി. ആരാധനയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും വിചാരങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പിതാവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥയാണിക്കുകയും നമ്മൾക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന ആ പരമയാഗത്തെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോട് അവനെ സ്തുതിക്കുന്നത് ആരാധന എന്ന് പറയും. അപ്പം ആ ആരാധനയ്ക്ക്, ആ തെരഞ്ഞെടുപ്പിന് വിഭ്രക്കന്മാരോടുകൂടി എന്നെയും നിങ്ങളെയും പന്തിക്കിരുത്തി എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് എൻ്റേതല്ല, ദൈവകൃപയാണ്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തിയിലും കാരണമല്ല. ഇപ്പം വിശ്വാസം പോലും പ്രവൃത്തിയായി മാറിയാൽ, ഇപ്പം ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയായിട്ട് മാറും. അപ്പം ആ വിശ്വാസത്തിന് പോലും നിദാനമായിരിക്കുന്നത് കൃപയാണ്.
അപ്പം ആ കൃപയിലാണ് നമ്മൾ സദാ നിലനിൽക്കേണ്ടത്. അല്ല എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല, എന്നിലേക്ക് വിശ്വാസം വരുവാൻ പോലും കാരണം കൃപയാണ്. അപ്പം ആ കൃപയെപ്പറ്റി, ആ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്നെ നിങ്ങളെ ഇതിലേക്ക് വിളിച്ചത് ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായി എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കണം. അപ്പം ഈ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ഇപ്പം യാക്കോവിൻ്റെയും യേശാവിൻ്റെയും കാര്യം നമുക്കറിയാം. ദൈവം തൻ്റെ മുൻ അറിവിൽ ചിലരെ മുൻ നിയമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫറവോന് ദൈവം ഹൃദയം കഠിനപ്പെടുത്തി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവം ഫറവോനെ പല പ്രാവശ്യം പരീക്ഷിച്ചു. അവൻ ജീവിതത്തിൽ പല പ്രാവശ്യം ഞാൻ ചെയ്യാം, മോശയോട് പറഞ്ഞു ഓക്കെ ഞാൻ ജനത്തെ വിട്ടയക്കാം, പക്ഷേ ഇത് ബാധ കഴിയുമ്പോഴത്തേനും ഉടനെ ഹൃദയം കഠിനമാക്കും. അപ്പം അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ മുന്നറിവിൽ ചിലരെ ദൈവം മുൻ നിയമിച്ചിട്ടുണ്ട്. ഇപ്പം പൗലോസിനെ എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ചു. ഇപ്പം ദൈവത്തിന് അറിയാമായിരുന്നു പൗലോസ് ഇങ്ങനെയായിത്തീരും. ആ മുന്നറിവിൽ ദൈവം ചിലരെ മുൻ നിയമിച്ചിട്ടുണ്ട്. അല്ലാതെ ദൈവം ഒരിക്കലും ഒരു വ്യക്തിയെ നിത്യനാശത്തിലേക്കും നിത്യനരകത്തിലേക്കും നിത്യജീവനിലേക്കും മുൻ നിയമിച്ചിട്ടില്ല. പക്ഷെ എന്നിൽ നിന്നുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യമാണ് അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. അത് എന്നിൽ നിന്നുള്ള അനുകൂലമായ സാഹചര്യത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതായത് ദൈവം ഇവൻ യൂദായെ പോലും മുൻ നിയമിച്ചിട്ടില്ല. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ ഒറ്റിക്കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല യൂദ ഒറ്റിക്കൊടുക്കുമെന്നൊന്നും വേദോസിൽ എഴുതിയിട്ടില്ല. ഒരുത്തൻ ഒറ്റിക്കൊടുക്കും. പക്ഷെ ആ ഒറ്റിക്കൊടുക്കാനുള്ള യൂദ തെരഞ്ഞെടുത്തു. അവൻ പണത്തെ സ്വീകരിച്ചത് കൊണ്ട് അവനത് തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. അതുകൊല്ലാതെ ദൈവം അവൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ല. പക്ഷെ ദൈവത്തിൻ്റെ മുന്നറിവിൽ യൂദ ഇങ്ങനെയായി തീരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആ മുന്നറിവിൽ ദൈവം ഇത് മുൻ പ്രസ്താവിക്കുകയും മുൻ നിയമിക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കൃപയും എന്ന് പറയുന്നതും ദൈവത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പം യാക്കോബിനെ യേശാവ് തൻ്റെ ജ്യേഷ്ഠ അവകാശം ലക്ഷ്യമാക്കി കളയുമെന്ന് ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് യാക്കോബിനെ തിരഞ്ഞെടുത്തിട്ട് യേശാവിനെ ദോഷിച്ചു. അത് ആ മുന്നറിവിലുള്ള തിരഞ്ഞെടുപ്പാണ്. ഗുണമായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നറിവിൽ ഇതെല്ലാം കാണാം. അല്ലെങ്കിൽ പിന്നെ ദൈവം നീതിമാനല്ല എന്ന് പറയും. ചിലരെ പിടിച്ച് നിത്യ നരകത്തിലേക്കും ചിലരെ പിടിച്ച് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ദൈവം ആർക്കൊക്കെ വേണമെന്ന് ദൈവം ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇത് മനുഷ്യന് എന്തോ ചെയ്താലും കാര്യമില്ല എന്ന് പഠിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. എന്നാൽ ദൈവത്തിന് ദൈവഹിതപ്രകാരം ചിലരെ അപ്പോയിൻമെൻ്റ് ചെയ്യുവാൻ തിരഞ്ഞെടുത്താക്കാനുള്ള ഇതുണ്ട്. അത് ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവം മുൻ നിയമിക്കപ്പെടുന്ന. പൗലോസിനെ അങ്ങനെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു, മറിയാമിനെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അതിന് ഒരു കാരണമുണ്ട്. പത്രോസ് പറയുന്നത് താഴ്മയുള്ളവർക്ക് അവർ കൃപ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ അവസ്ഥ അറിഞ്ഞാണ് ദൈവം ഓരോ വ്യക്തികളെയും ഇടപെടുന്നതും തിരഞ്ഞെടുക്കുന്നതും ഓരോ പൊസിഷനിലാക്കുന്നതും. ഇപ്പം മറിയാമിന് ലഭിച്ച കൃപ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അത് ദൈവത്തിൻ്റെ അത്യുന്നതമായ ആ പദവിയിൽ വെച്ചിരിക്കുന്ന കാര്യം. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ എനിക്കോ നിങ്ങൾക്കോ എന്തുകൊണ്ട് മറിയാമിനെ അല്ലാതെ വേറൊരു പെണ്ണിനെ തിരഞ്ഞെടുത്തു? അപ്പോൾ എങ്ങനെയാണ് ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ? അപ്പോൾ അത് ദൈവത്തിൻ്റെ മുൻ അറിവിൽ ദൈവം മുൻ നിശ്ചയിച്ച കാര്യങ്ങളാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ. എന്നാൽ ദൈവം ഒരിക്കൽ പോലും കുറച്ച് പേരെ നരകത്തിലേക്കും കുറച്ച് പേരെ സ്വർഗത്തിലേക്കും ഒന്നും മുൻ നിയമിച്ചിട്ടില്ല. മുൻ നിയമനവും മുൻ അറിവും ദൈവത്തിൻ്റെ മുന്നറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ വീണ്ടു പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വേദവസ്തുതയിൽ എഴുതിയിരിക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ വീണു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നറിവിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി അവനെ വീണ്ടെടുക്കുമെന്ന് കർത്താവ് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ തൃത്വം. അതുകൊണ്ടാണ് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം തന്നെ അവിടെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയും ദൈവം അവിടെ തന്നെ അത് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മുന്നറിവിൽ ഇതെല്ലാം ഉണ്ട്. അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതിനെ അടിസ്ഥാനമാക്കിയാണ്.
എന്നാൽ ദൈവകൃപയെപ്പറ്റി ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആർക്കെങ്കിലും ഒന്ന് എടുക്കാമെങ്കിൽ വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഓക്കെ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതപ്രകാരം യേശുക്രിസ്തുവിൽ നമ്മെ ദത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ എബ്രായ ലേഖനം 2-ന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലം അവന്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലം അവനെ കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്ന് ഇപ്പോൾ സകലം അവനെ കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഓക്കെ, ഞാൻ ആ വാക്യമല്ലായിരുന്നത്. ഓക്കെ, അത് ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-34. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. ഓക്കെ, പത്രോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞത്, ദൈവത്തിന് മുഖവിഷമില്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നത് ഞാൻ അംഗീകരിക്കുന്ന ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി അറിയുന്നു. അപ്പോൾ ഇവിടെ ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിനുള്ള ബന്ധത്തിൽ അവിടെ കടന്നു വന്നു. പത്രോസിന് പോലും മനസ്സിലായത് അപ്പോഴാണ്. കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കപ്പെട്ട് 3.5 വർഷക്കാലം കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു പുനരുത്ഥാനത്തിന് സാക്ഷിയായ പത്രോസ് പറയുക, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല, എല്ലാവർക്കും അവന് ഈ രക്ഷയിലേക്കുള്ള ഇത് കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പം നമ്മൾ ഒക്കെ അറിവുകൾ പലപ്പോഴും നമ്മുടെ ഈ ചിന്തകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ആ അറിവ് ഇന്നത്തെ ഇപ്പോൾ ശാസ്ത്രം പോലും ഒരിക്കൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞു, ആറ്റം കാനോട്ട് ബി ഡിവൈഡ്. ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചവർ. പക്ഷേ ഇപ്പം ശാസ്ത്രം പറയുന്ന ആറ്റം ഡിവൈഡ് ചെയ്യാമെന്ന് ഇപ്പം ശാസ്ത്രം തെളിയിച്ചു. പത്രോസിൻ്റെ ലേഖനത്തിൽ 2000 വർഷം മുമ്പ് പത്രോസ് എഴുതി വെച്ചു, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും, ഭൂമിയും അതിൻ്റെ പണിയും വെന്തുപോകും. അപ്പം മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയുമെന്ന് 2000 കൊല്ലം മുമ്പ് പത്രോസിന് അറിയാമായിരുന്നു ദൈവത്തിൻ്റെ ഇതിൽ. പക്ഷേ ശാസ്ത്രം ആദ്യം പറഞ്ഞു മൂലപദാർത്ഥങ്ങൾ ഒന്നും അനുഭവിക്കില്ല, പിന്നെ പറഞ്ഞു അതിനും ആറ്റം ഡിവൈഡ് ചെയ്യാം. അപ്പം ഇത് ലോകത്തിൽ മനുഷ്യൻ്റെ അറിവ് ഇപ്പം ഞാൻ 10 കൊല്ലം ചിന്തിച്ചതുപോലെ അല്ല ഇന്ന് ചിന്തിക്കുന്നത്, സ്കൂളിൽ പഠിച്ചതുപോലെ അല്ല ഇന്ന് ചിന്തിക്കുന്നത്. ഇപ്പം ഇന്നത്തെ ചിന്ത ചിലപ്പോൾ അല്ല, നാളെ ചിലപ്പോൾ എൻ്റെ അറിവ് വീണ്ടും വർദ്ധിക്കാം. അപ്പം മാറ്റാം, എൻ്റെ ചിന്താഗതികൾ മാറാം. പക്ഷേ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് മാറ്റം വരുന്നില്ല. എൻ്റെ ചിന്താഗതികൾ എൻ്റെ അറിവിൻ്റെയും നമ്മുടെയൊക്കെ അറിവിൽ നിന്നുകൊണ്ടാണ് നമ്മളീ പറയുന്നത്. ആ അറിവ് പൂർണ്ണമാകണമെന്നില്ല. ദൈവം മാത്രമേ പരിപൂർണനായിട്ടുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതികളും പക്ഷേ ദൈവവചനത്തിൽ കൂടി അത് എഴുതി വച്ചിരിക്കുമ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലും വ്യത്യാസം വരാം. ഇപ്പം ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ വാക്യത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് ലോകത്തിലുള്ള സഭകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി ദൈവം എന്താണ് മനസ്സിലാക്കുവന്നതെന്ന്, എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടും നമുക്കിഷ്ടമുള്ള വചനത്തെ മാത്രം എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുമാണ് ഈ സഭകൾ ഇങ്ങനെ ആയിപ്പോയത്. യഥാർത്ഥത്തിൽ കർത്താവ് പഠിപ്പിച്ച കാര്യം, സകല ന്യായപ്രമാണത്തെയും കർത്താവ് 2 കാര്യങ്ങളിൽ ഒതുക്കിയതാ. ഒന്ന്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും നീ സ്നേഹിക്കണം. 2, അതിനോട് സമമെന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പം ഈ 2 കാര്യത്തിൽ ലോകത്തിലുള്ള സകല കാര്യങ്ങൾ ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും
പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നാൽ കൂട്ടുകാരന് ദോഷം ചിന്തിക്കാനൊക്കത്തില്ല, കൂട്ടുകാരനുള്ള ഒന്നും മോഹിക്കാനൊക്കത്തില്ല, കൂട്ടുകാരനെതിരെ എനിക്ക് പ്രവർത്തിക്കാനൊക്കത്തില്ല, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കാനൊക്കത്തില്ല. കൂട്ടുകാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രാജകീയ ന്യായപ്രമാണം നിവർത്തിക്കുക. സകല ലോകത്തിലുള്ള സകല കൽപ്പനകളും ഈ ഒറ്റ കൽപ്പനയിൽ ഒതുങ്ങി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ എൻ്റെ കൂട്ടുകാരനെ എന്നെപ്പോലെ, ഇപ്പം എനിക്കെന്തെല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ എന്നെ ലോകം എങ്ങനെ കാണണമെന്ന് ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ലോകം മുഴുവനും അങ്ങനെ കാണണമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ കൊലയില്ല, കൊള്ളയില്ല, മോഷണമില്ല, പിടിച്ചുപറിയില്ല, അടിയില്ല, പിടിയില്ല, ഒന്നുമില്ലാതെ പോകുവാൻ സാധിക്കും. ഈ കർത്താവ് പറഞ്ഞ കാര്യം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ ഈ ലോകം സ്വർഗമാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഈ ദൈവവചന പഠനവും ഈ കാര്യങ്ങളുമെല്ലാം. ഇപ്പം അമ്മായിയമ്മ പോരും, അമ്മയും മരുമോളും വല്ല പോരും, ഇങ്ങനെ ഇന്ന് ലോകത്തിൽ കേരളത്തിൽ ലോകത്ത് മുഴുവനും നടക്കുന്നത് ഇതെല്ലാം എവിടെ നിന്ന് വരുന്ന? നമ്മുടെ അകത്ത് ഉള്ള ഭോഗ ഇച്ഛയിൽ നിന്നാണ്. അപ്പം അത് കൂട്ടുകാരന് ദോഷം ചിന്തിക്കുന്നില്ലെന്നാണ്. കൂട്ടുകാരന് ന്യായപ്രമാണം കൂട്ടുകാരന് ദോഷം ചിന്തിക്കുന്നില്ല. അന്ന് ന്യായപ്രമാണത്തിൽ കർത്താവ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് ലെവിയ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത് തന്നെയാണ് പുതിയ നിയമത്തിലും കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തെ പൂർണ്ണ, പക്ഷെ നമുക്കെപ്പോഴും ദൈവത്തെ എല്ലാവരും പറയുമോ എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ്, ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും സഹോദരനെ പയക്കുകയും ചെയ്യുന്നവൻ കള്ളനെന്ന് വേദോസ്തവം പറയുന്നത്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കപട ഭക്തികൾ മാറ്റിവെച്ചിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ ഭാഗ്യമായ സ്തോത്രമോ ബാഹ്യമായ പ്രാർത്ഥനകളോ ബാഹ്യമായ ഉപവാസമോ ബാഹ്യമായ കൊടുക്കുന്നതോ അപ്പുറം യഥാർത്ഥമായി എൻ്റെ കൂട്ടുകാരനെ എന്നെപ്പോലെ തന്നെ കരുത്. അതുകൊണ്ടാണ് കർത്താവ് നല്ല സമറിയാക്കാരൻ്റെ കഥ പറഞ്ഞത്. അവിടെ ഈ ലേവ്യനും പുരോഹിതനും അവൻ്റെ മതത്തോടുള്ള ഭ്രാന്ത് മൂലം ആ മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് അവനെ സ്നേഹിക്കുവാൻ അറിയാതെ പോയി, സ്നേഹിക്കാനുള്ള ഇതില്ലാതെ പോയി. കാരണം ശവത്തെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധനായി തീരുമെന്ന് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നു. പുരോഹിതന് അവന് ശുശ്രൂഷ ചെയ്യാൻ ദേവാലയത്തിലേക്ക് പോവുക. പക്ഷേ കർത്താവ് പഠിപ്പിച്ച് ദേവാലയത്തിലെ ആ ശുശ്രൂഷയെക്കാളും ഈ മതത്തിൻ്റെ ഈ ആചാര അനുഷ്ഠാനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയുള്ളവരായി നിങ്ങൾ കരുണയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടണമെന്നുള്ളതാണ്. ഈ കരുണ ആണ് നമ്മുടെ ജീവിതത്തിൽ പുറമേ കാണേണ്ടതും. അതാണ് ഞാൻ ആദ്യം നമ്മളോട് സംസാരിച്ചത്. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് എൻ്റെ പ്രവൃത്തിയും എൻ്റെ സംസാരവും ഒരുപോലെ പോകുമ്പോഴാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ, യാക്കോബിൻ്റെ പഠനം മുഴുവനും അതാ. കാരണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന്, എന്നെ ദൈവം നീതീകരിച്ചെന്ന് രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നുള്ള പഠിപ്പീരുകളുടെ മുഖാന്തരം മാനുഷിക മൂല്യങ്ങളും മാനുഷികമായ കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷയിലേക്ക് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ പുതുതായി മാറും, അത് ലോകം അറിയും. പൗലോസിൻ്റെ ജീവിതത്തിലെ ലോകം, അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇവൻ കൊലപാതകയല്ലായിരുന്നു, ഇപ്പോൾ എന്താണ് നടന്നത്? ലോകം അവൻ്റെ പ്രവൃത്തിയിൽ കൂടി അവൻ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് വെളിപ്പെടുത്തുവാനിടയായി. അപ്പം ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. ദൈവത്തിൻ്റെ ആ വലിയ തേജസ് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടേ നമ്മൾ ഓർക്കണം. ദൈവവചനം, ഈ ദൈവവചനമാണ് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഇതാ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ആരാധിക്കാൻ. 2, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ഒന്ന്, നമ്മുടെ കർത്താവ് ആരാണ്? തേജോമയനായ ദൈവമാണ്. അവൻ മുഖപക്ഷം കാണിക്കുന്നില്ല. നമ്മൾ അവൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാതെ ദൈവസന്നിധിയിൽ എല്ലാ മനുഷ്യരോടും ഒരുപോലെ ഇത് ചെയ്യണം. 2, ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ വലിപ്പം കൊണ്ടുള്ള ദൈവകൃപ കൊണ്ടാണ്. ആ ദൈവകൃപയിൽ ആശ്രയിച്ച് അനുദിനം താഴ്മയോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ നയിക്കണം. 3, ദൈവവചനം
ആണ് നമ്മളെ ക്രിയാജ്ഞ ചെയ്യുന്നത്. ഈ ദൈവവചനം ഈ ഉൽപ്പത്തി തൊട്ട് പുറപ്പാട് വരെ ഇരുന്ന് വ്യാഖ്യാനിച്ച് പഠിച്ച് PhD എടുക്കുന്നതിനേക്കാളും എല്ലാം അപ്പുറം കർത്താവ് പറഞ്ഞു, ഇതിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നതിൽ സകല ന്യായപ്രമാണവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ കാര്യവും ആ കാര്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൂട്ടുകാരന് ദോഷം ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂട്ടുകാരനുള്ളത് അത് അർഹതപ്പെട്ട ഇപ്പം ഒരു പൊസിഷൻ പോലും ഇപ്പം അവൻ അർഹപ്പെട്ട പൊസിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ തട്ടിയെടുത്താൽ നീ കൂട്ടുകാരന് ദോഷം ചിന്തിക്കുക. കൂട്ടുകാരൻ്റെ പണം തട്ടിയെടുത്താൽ നാം കൂട്ടുകാരന് ദോഷം ചിന്തിക്കുക. കൂട്ടുകാരനുള്ള എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അപ്പം ഇതൊന്നും നമ്മൾ ചെയ്യാതെ ആ സ്നേഹത്തിലായിരിക്കുമ്പോൾ തന്നെ രാജകീയ ന്യായപ്രമാണം നമ്മളെ നിവർത്തിക്കുന്നവരായി തീരും എന്നാണ് യാക്കോബ് ഇവിടെ പാടി. ഇനി നാലാമത്തെ കാര്യം ന്യായവിധി എന്നുള്ളതാണ്. ഓക്കെ, തൻ്റെ പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായ വിശ്വാസത്തിൽ സമ്പന്നരും താൻ തന്നെ സ്നേഹിക്കുന്നവർ വാഗ്ദത്തം രാജ്യത്തിൻ്റെ അവകാശികളാകേണ്ടതിനെ തിരഞ്ഞെടുത്തില്ല. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നമ്മൾ വായിച്ചു. നിങ്ങളോ ദരിദ്രരെ അവമാനിച്ചിരിക്കുന്നു, ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്, അവരല്ലയോ നിങ്ങളെ ന്യായാസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിന് അപ്പുറമായി അതുകൊണ്ടാണ് ഈ യാക്കോബ് എപ്പോഴും ഈ ദരിദ്രനെ കൺസേൺ ചെയ്യുന്നത്. കാരണം ദരിദ്രരാണ് ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുകയും ധനവാന്മാരുടെ ഇപ്പം താജ്മഹൽ പണിതു, ഷാജഹാൻ താജ്മഹൽ പണിതു എന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ 20,000 വരുന്ന ജനം 20 കൊല്ലം കടന്ന് കഷ്ടപ്പെട്ടത് അതിനെപ്പറ്റി ആരും അറിയാറില്ല. പിരമിഡുകളൊക്കെ പണിത് കൂട്ടിയിട്ടുണ്ട്. അത് പണിതത് ഫറോവരാണെങ്കിലും അത് പണിതതാരാ? സാധാരണ ജനങ്ങളാണ്. അവരെ ആരും ഓർക്കാറില്ല. അപ്പം പണത്തിൻ്റെ ഇതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ ദൈവം ഇവരെ എല്ലാം ഓർക്കുകയും അവർക്കെല്ലാം ന്യായവിധി കൊടുക്കുകയും ചെയ്യും. നേരോട് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് അടുത്ത ചിന്ത നമ്മുടെ. എന്നാൽ കൂട്ടുകാരെ, നിന്നെപ്പോലെ തന്നെ 7-ാം വാക്യമാണ്, നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്. ധനവാന്മാർ